പ്രളയ സാധ്യത നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മുടെ മൊബൈൽ ഫോണ് ആഴ്ചകളോളം സ്വിച്ച് ഓഫ് ആകാതെ എങ്ങനെ നിലനിർത്താമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ സാധാരണ യൂട്യൂബ് വീഡിയോകളിൽ കാണുന്ന ബാറ്ററി ഒപ്റ്റിമൈസ് ഓപ്ഷൻ അല്ല ഇത്. എമർജൻസി ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റിംഗ്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, യൂട്യൂബ് വീഡിയോയിലൊക്കെ കാണുന്നത് പോലെ നമ്മൾ ബാറ്ററി ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1-2 മണിക്കൂർ അധികം കിട്ടുമെന്നല്ലാതെ ആഴ്ചകളോളമൊന്നും ഫോണിന്റെ ചാർജ് നിലനിർത്താൻ പറ്റില്ല. ഞാൻ പറയുന്ന സെറ്റിംഗ്സ് നിങ്ങൾ ഫോണിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 3 ദിവസം തൊട്ട് 7 ദിവസം വരെ സ്വിച്ച് ഓഫ് ആകാതെ നിങ്ങൾക്ക് ഫോൺ കൊണ്ടു നടക്കാൻ പറ്റും. നമുക്കറിയാം, വലിയ പേമാരിയൊക്കെ പെയ്ത് വെള്ളക്കെട്ടുണ്ടായാലും ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആഴ്ചകളോളം കറണ്ട് ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരുപാട് ഉപകാരപ്പെടും. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. പിന്നെ പ്രത്യേകം ഓർക്കുക, ഈ സെറ്റിംഗ്സ് ഇത്തരം അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. കാരണം കോള് വരാനും കോള് വിളിക്കാനും മാത്രമേ ഈ സെറ്റിംഗ്സ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വെക്കണം. ചിലർക്ക് ഇത് റീസെറ്റ് ചെയ്യാൻ പഴയ രൂപത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലർക്ക് മനസ്സിലാവാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഇതൊന്ന് ഷെയർ ചെയ്ത് വെച്ചാൽ വീണ്ടും നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നോക്കിയിട്ട് ഇത് റീസെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നുള്ള കമന്റ് ദയവായിട്ട് ചെയ്യില്ല. അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എമർജൻസി ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട ഈ സെറ്റിംഗ്സ് നമ്മുടെ ഫോണിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇത് സാംസങ്ങിന്റെ ഒരു മൊബൈൽ ഫോണാണ്. അപ്പോൾ പല ഫോണുകളിലും പല സെറ്റിംഗ്സ് ആയിരിക്കും. എങ്കിലും നിങ്ങൾക്ക് ഞാൻ 2-3 മെത്തേഡ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഫോണിലും ഇതെങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് മനസ്സിലാവും. ഇപ്പം ലേറ്റസ്റ്റ് ഫോണിലാണെങ്കിൽ പവർ സേവിംഗ് മോഡൊക്കെ ഉണ്ട്. അപ്പം പഴയ ഫോണിൽ അങ്ങനെ അൾട്രാ പവർ സേവിംഗ് മോഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ എങ്ങനെ മാനുവലായിട്ട് സെറ്റ് ചെയ്തെടുക്കാം, അതായത് പുതിയ ഫോണുകളിൽ അൾട്രാ പവർ സേവിംഗിൽ എന്തൊക്കെയാണ് ഓഫ് ആകുന്നത് അതൊക്കെ നമുക്ക് മാനുവലായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഫോണിൽ. അതും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫോണുകാർക്കും ഇത് ഉപകാരപ്പെടും. അപ്പോൾ മാക്സിമം ഫുള്ള് കാണാം, എങ്കിൽ മാത്രമേ മറ്റുള്ള ഫോണുകളിൽ എങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കാമെന്ന് മനസ്സിലാവും. ഞാനിപ്പോൾ ഇത് സാംസങ്ങിന്റെ കുറച്ച് പുതിയ ഫോണാണ്. ഇതിൽ പവർ സേവിംഗ് മോഡ് ഉണ്ട്. പക്ഷെ പവർ സേവിംഗ് മോഡ് ഞാൻ കാണിച്ചു തരാം. പവർ സേവിംഗ് മോഡ് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1-2 മണിക്കൂർ കൂടുതൽ കിട്ടിയാൽ കിട്ടി. അല്ലാതെ ഫോണിൽ ബാറ്ററി ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ആഴ്ചകളോളം നിൽക്കണം, അതിന് ഈ സെറ്റപ്പ് ഒന്നും പോരാ. അതിന് നമ്മൾ ഫോണിൽ കുറെ കാര്യം സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പൊ ഇതാ ഞാൻ പവർ സേവിംഗ് മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഫോണിലെ ബാറ്ററി നിൽക്കില്ല. അപ്പോൾ ലേറ്റസ്റ്റ് ഫോണിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓൺ ചെയ്യാം. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫോണിന്റെ നെറ്റ്വർക്കാണ് കൺട്രോൾ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ഫോണിന്റെ ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് ഡിസ്പ്ലേയും നെറ്റ്വർക്കുമാണ്. അതാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. അതിപ്പോൾ അൾട്രാ പവർ സേവിംഗ് മോഡലും കാര്യമൊന്നുമില്ല, നമ്മുടെ നെറ്റ്വർക്ക് ചാർജ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് കണക്ഷൻസ് ഓപ്പൺ ചെയ്യുക. കണക്ഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് കാണാം. മൊബൈൽ നെറ്റ്വർക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നെറ്റ്വർക്ക് മോഡ് LTE 3G 2G എന്ന് കാണാം. ഇനി നിങ്ങളുടേത് 5G ഫോൺ ആണെങ്കിൽ മുമ്പിൽ 5G കൂടി ഉണ്ടാവും. അതായത് 5G 4G 3G 2G എന്ന് കാണാം. ഈ ഓട്ടോ മോഡിലായിരിക്കും ഒട്ടുമിക്ക ഫോണും ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഏത് സമയത്തും നെറ്റ്വർക്കിന് വേണ്ടി സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ സ്കാനർ പ്രവർത്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചാർജ് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇത് ഓഫ് ചെയ്യേണ്ടതുണ്ട്. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് 2G ഓൺലി ആക്കാം. ഇത് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെറ്റ്വർക്കിന് വേണ്ടി ഫോൺ കൂടുതൽ സ്കാനും ചെയ്യില്ല. അതുപോലെ തന്നെ 2Gയിൽ വളരെ കുറച്ച് ചാർജ് മാത്രമേ നമ്മുടെ മൊബൈലിൽ നിന്ന് നഷ്ടപ്പെടൂ. അപ്പോൾ ആദ്യം ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് 2G മോഡിലാക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഏരിയയിൽ 2G നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 2G മോഡ് ആക്കി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കിട്ടുന്നതല്ല. ഇപ്പൊ ഇവിടെ 2G മോഡിൽ നെറ്റ്വർക്ക് ഉണ്ട്. വിശദമായിട്ട് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇനി നിങ്ങളുടെ ഏരിയയിൽ 2G നെറ്റ്വർക്ക് കിട്ടുന്നില്ലെങ്കിൽ 4G ഓൺലി മറ്റോ കൊടുക്കുക. ഒരിക്കലും 3G കൊടുക്കരുത്. കാരണം 3G BSNLും VIക്കും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഓട്ടോ മോഡിലും കൊടുക്കാതിരിക്കുക. ഓട്ടോ മോഡ് അതിൽ നമ്മുടെ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുപാട് ബാറ്ററി പോകും. ഇനി ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മൊബൈലിൽ നിങ്ങൾക്ക് ഈ നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മളൊരു നമ്പർ കോഡ് അടിച്ചിട്ട് നമുക്ക് ഈ 3Gയും 4Gയും ഏത് നെറ്റ്വർക്ക് സിമ്മിലും മാറ്റേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ അവസാനം വരെ കാണുക. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാറ്ററി എന്ന് സെർച്ച് ചെയ്യുക. ബാറ്ററി എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ബാറ്ററി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ട് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം പവർ സേവിംഗ് മോഡ്. ഓരോ ഫോണിലും ഓരോ മെത്തേഡ് ആയിരിക്കും. അത് നോക്കിയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇവിടെ പവർ സേവിംഗ് മോഡ് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പവർ സേവിംഗ് മോഡ് ഓൺ ചെയ്ത് കാണിച്ചതുകൊണ്ടാണ് നിങ്ങളത് ഇത് ഓൺ ആയിരിക്കില്ല. അപ്പോൾ അത് ഓഫിലായിരിക്കും ഉണ്ടായിരിക്കാം. ഇത് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും താഴത്ത് നിങ്ങൾക്ക് കാണാം ലിമിറ്റഡ് ആപ്സ് ആൻഡ് ഹോം സ്ക്രീൻ എന്ന് കാണാം. ഇത് ജസ്റ്റ് ഓൺ ചെയ്യാം. അതിനുശേഷം ബാറ്ററി സേവിംഗ് മോഡ് ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താകുന്നതെന്ന് നോക്കിക്കോ. ഫോണ്
വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഫോണിലെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും അത് ബ്ലോക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ജസ്റ്റ് കോൾ ചെയ്യാം, ഇന്റർനെറ്റ് യൂസ് ഒക്കെ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അത്യാവശ്യം. പക്ഷെ നമുക്ക് ഇന്റർനെറ്റും ആവശ്യമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇത് ചെയ്തിട്ടും നമുക്ക് പവർ സേവിങ് കിട്ടില്ല. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്ക്രോൾ ചെയ്യാം, അതിനുശേഷം ലൊക്കേഷൻ ആദ്യം ഓഫ് ചെയ്യാം. ഇതാണ് ഏറ്റവും കൂടുതൽ ചാർജ് ഉപയോഗിക്കുന്ന മറ്റൊരു സാധനം. ആദ്യം ലൊക്കേഷൻ ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ ഓൺ ആണെങ്കിൽ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യാം. അതുപോലെ ഓഫ് ചെയ്യേണ്ട സാധനങ്ങൾ ഓഫ് ചെയ്യുക. ഡാർക്ക് മോഡ് ഓഫ് ചെയ്യാൻ പാടില്ല, അത് ഇതിന് ആവശ്യമുള്ളതാണ്. നിങ്ങളുടെ ഫോണിന്റെ നല്ലൊരു ബാറ്ററി ആണെങ്കിൽ അൾട്രാ പവറിംഗ് സേവിങ്ങിന്റെ കണക്ക് പ്രകാരം 69% ബാറ്ററിയിൽ ഏകദേശം ഒരു ദിവസവും 20 മണിക്കൂറും നമ്മുടെ ഫോൺ പ്രവർത്തിക്കും. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ 100% ആണെങ്കിൽ ഏകദേശം 3 ദിവസം തന്നെ പ്രവർത്തിക്കും. ഇതിൻ്റെ കൂടെ നമ്മൾ നെറ്റ്വർക്ക് കൂടി 2G ആയി കൺട്രോൾ ചെയ്തതുകൊണ്ട് നമുക്ക് അതിലും കൂടുതൽ ദിവസം നമ്മുടെ ചാർജ് നിലനിൽക്കുന്നതാണ്. ഇനി ഇതിൽ നിന്ന് എങ്ങനെ എക്സിറ്റ് പോകാമെന്ന് കാണാം. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തല്ലോ, ഇനി ഇത് തിരിച്ച് പഴയ മോഡലാക്കാൻ ഒരുപാട് ആൾക്കാർക്ക് അറിയണ്ടാവില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി പവർ സേവിങ് മൂഡ് ഇല്ലാത്ത ഫോണിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരും, റെഡ്മിയിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരും. അപ്പോൾ ദയവ് ഇത് സ്കിപ്പ് ചെയ്താൽ കാണാം. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇനി ഇതിൽ നിന്ന് എക്സിറ്റ് പോകാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ ഈ പവർ സേവിംഗ് എന്നുള്ളത് ഓഫ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഓണായി കിട്ടും. സ്ക്രീന് കളറിൽ കിട്ടും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സെറ്റ് ചെയ്തല്ലോ. അതിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് കണക്ഷനിൽ പോവാം, മൊബൈൽ നെറ്റ്വർക്കിൽ പോവാം, എന്നിട്ട് നേരത്തെ 2G ആക്കിയത് 4Gയിലേക്ക് മാറ്റാം. ബാറ്ററി എന്ന് സെർച്ച് ചെയ്യുക, ബാറ്ററി ഓപ്പൺ ചെയ്യുക, ഇവിടെ പവർ സേവിങ്ങിൽ ക്ലിക്ക് ചെയ്യുക, ഇത് ഓഫ് ചെയ്യുക. ഇത് ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം 17 മണിക്കൂർ. ഇനി പവർ സേവിങ് ഓൺ ആക്കിയാലും നമുക്ക് 17 മണിക്കൂറേ കിട്ടും. ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസവും 19 മണിക്കൂറാണ്. ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഈ പവർ സേവിങ് മൂഡ് ഇല്ലാത്തൊരു ഫോണാണ് ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്ക്രോൾ ചെയ്യുക, സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണക്ഷൻ എടുക്കുക, എന്നിട്ട് മൊബൈൽ നെറ്റ്വർക്ക് എടുക്കുക, എന്നിട്ട് ഇത് ആദ്യം 2G ഓൺലി ആക്കാം. പിന്നെ നിങ്ങൾക്ക് അതായത് ബാറ്ററി ഒപ്റ്റിമൈസ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും ചില ഫോണിൽ ബാറ്ററി ഒപ്റ്റിമൈസ് ഉണ്ടെങ്കിൽ അതും കാണിച്ചു തരാം. ജസ്റ്റ് ഒപ്റ്റിമൈസ് സെർച്ച് ചെയ്തെടുത്താൽ മതി. ബാറ്ററിന്റെ ഓപ്ഷനിൽ ബാറ്ററി നോക്കിയിട്ട് ബാറ്ററി ഒപ്റ്റിമൈസർ ഞാൻ കാണിച്ചു തരാം. അത് ചില ഫോണിലൊന്നും ഉണ്ടാവില്ല. ചില ഫോണിൽ പവർ സേവിംഗ് മൂഡ് ഉണ്ടാവില്ല, ബാറ്ററി ഒപ്റ്റിമൈസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ കാണാം ബാറ്ററി ഒപ്റ്റിമൈസ് ബാറ്ററി യൂസേജ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഒപ്റ്റിമൈസ് ബാറ്ററി യൂസേജ് ഇതെല്ലാ ഫോണിലും ഉണ്ടാവില്ല. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഓൺ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും. ചിലത് ആപ്ലിക്കേഷൻ ഓൺ ചെയ്തിട്ട് ഓൺ ചെയ്യേണ്ടതുണ്ടാവും. ചിലത് ഇത് ഇവിടെ കേട്ടാ നോട്ട് ഒപ്റ്റിമൈസ്ഡ് ആണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ കൊടുക്കാം. ഓൾ കൊടുത്താൽ എല്ലാം ഒപ്റ്റിമൈസ് ലെവലിൽ വരും. അപ്പം ബാറ്ററി കുറച്ചുകൂടി നിൽക്കും. പക്ഷെ ഇത് എല്ലാ ഫോണിലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഒപ്റ്റിമൈസിന്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നെറ്റ്വർക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ഓണായി കിടക്കുന്നുണ്ട്, അതായത് മൊബൈൽ ഡാറ്റ അതുപോലെയുള്ള കാര്യങ്ങൾ, ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്പ്ലേയിലാണ് പോകേണ്ടത്. അതായത് നമുക്കെല്ലാം മാനുവലായിട്ട് സെറ്റ് ചെയ്യണമല്ലോ. ഡിസ്പ്ലേയിലേക്ക് പോവാം. അതിന് ഡിസ്പ്ലേ എന്ന് സെർച്ച് ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെറ്റിംഗ്സിൽ തന്നെ ഡിസ്പ്ലേ ഫസ്റ്റ് തന്നെ കിട്ടും. ഡിസ്പ്ലേനൊന്നും ഒരുപാട് പോകേണ്ടി വരില്ല. ഡിസ്പ്ലേ ഇവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് ഡിസ്പ്ലേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഇതിൽ ഡാർക്ക് മോഡ് ഉണ്ട്. അപ്പോൾ പഴയ ഫോണിലൊന്നും ആ ഡാർക്ക് മോഡ് ഓപ്ഷൻ ഉണ്ടാവില്ല. ഉള്ള ഫോണാണെങ്കിൽ ഡാർക്ക് മോഡ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ലൈറ്റ് മോഡ് തന്നെ കുഴപ്പമില്ല. ലൈറ്റ് മോഡിൽ തന്നെ മാക്സിമം ബ്രൈറ്റ്നസ് കുറക്കാം. നിങ്ങൾക്ക് എത്ര ബ്രൈറ്റ്നസ് കുറക്കാൻ പറ്റും അത്രയും കുറക്കാം. അതിനുശേഷം ഇതിന്റെ ടൈം മാറ്റേണ്ടതുണ്ട്. ഇത് ഓൾറെഡി ചിലപ്പം 1 മിനിറ്റ് ആയിരിക്കാം, 2 മിനിറ്റ് ആയിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഏറ്റവും കുറഞ്ഞ 15 സെക്കൻഡ് കൊടുക്കാം. ഇതുകൊണ്ടുള്ള ഉപകാരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ, ഇത് കണ്ടില്ല, വളരെ പെട്ടെന്ന് തന്നെ സ്ക്രീന് ഓഫ് ആവും. അതുകൊണ്ട് തന്നെ മാക്സിമം ബാറ്ററി യൂസ് ചെയ്യുന്നത് കുറഞ്ഞു കിട്ടും. പിന്നെ ചെയ്യേണ്ട ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പഴയ ഫോണുകളിൽ നമുക്ക് ഏകദേശം ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ആപ്ലിക്കേഷൻ ഒക്കെ, അതായത് നെക്കി പിടിക്കുക, ഇൻഫോ അടിക്കുക. ചിലപ്പോൾ ഈ ഓപ്ഷൻസ് പഴയ ഫോണിൽ കിട്ടൂല. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇത് എല്ലാ ഫോണുകൾക്കും വേണ്ടിയിട്ടല്ല പറയുന്നത്, അത് ഞാൻ കൂടെ പറയുന്നത് ചില ആൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് വളരെ പഴയ ഫോണുകളിൽ ആപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആപ്സ് ഓപ്പൺ ചെയ്യാം. ആപ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ റണ്ണിങ്ങിലുള്ള ആപ്സുകൾ നമുക്ക് നോക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഫോണുണ്ട്. ഇതിപ്പോൾ പുതിയ ഫോണാണല്ലോ കുറച്ച്. അപ്പോഴേ നമുക്ക് വേണ്ടാത്ത സാധനമൊക്കെ, ഇതിപ്പോൾ എയർടെല് വേണ്ടാത്ത ഇതെല്ലാം ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ തുറന്നാൽ മാത്രമേ പ്രവർത്തിക്കൂ. അങ്ങനെ നിങ്ങൾ മാക്സിമം ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തിട്ട് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുക. ഇതിപ്പം ഫോണിലെ ക്യാമറയാണ്, അതൊന്നും ഓഫ് ചെയ്യണമെന്നില്ല. ഇപ്പൊ ക്രോമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ഒക്കെ കാണിക്കാൻ വേണ്ടി വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാം ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. അതിന്റെ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ അതിലുണ്ടാവും.
അത് ഫോഴ്സ് സ്റ്റോപ്പ് എന്നായിരിക്കില്ല, ഓരോ ഫോണിൽ ഓരോന്നായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാം. ആപ്ലിക്കേഷനെല്ലാം ഓഫ് ചെയ്ത് വെക്കാം. ആണ് ഡേഞ്ചറുള്ള സാധനം ബ്ലൂടൂത്ത്, ലൊക്കേഷൻ, അതൊക്കെ വളരെ ഡേഞ്ചറാണ്. അതുപോലെ തന്നെ വൈഫൈയും ഓൺ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഏറ്റവും നമ്മുടെ ബാറ്ററി തീർക്കുന്ന സാധനമാണ്. കാരണം ഇത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. സ്കാൻ ചെയ്യുന്ന സമയത്ത് മൊബൈൽ നെറ്റ്വർക്ക് പോലെ തന്നെ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി ഒരുപാട് നഷ്ടപ്പെടുത്തും. ഇനി MIUI പോലെയുള്ള ഡിവൈസ് ആണെങ്കിൽ ജസ്റ്റ് മുകളിൽ നിന്ന് സ്ക്രോൾ ചെയ്യുക, എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇതിലൊരു കാര്യം കാണാം. ഞാനിപ്പോൾ ജിയോ ആണ് ആദ്യം ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജിയോന് എനിക്കിവിടെ നെറ്റ്വർക്ക് മോഡ് മാറ്റേണ്ട ഓപ്ഷൻ ഇല്ല. അതായത് മൊബൈൽ നെറ്റ്വർക്ക് എന്നേ ഉള്ളൂ. അത് ഓട്ടോ 5G മാറ്റേണ്ടത്. അതായത് ഇവിടെ ജിയോന് 2G നെറ്റ്വർക്ക് ഇല്ല. ഇനി ഞാനിത് എയർടെൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കാം. ഇവിടെ നെറ്റ്വർക്ക് ടൈപ്പ് മാറ്റാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് 2G ഓൺലി ആക്കാൻ പറ്റും. ഇത് കണ്ടോ, എനിക്ക് എയർടെൽ 2G ഓൺലി ആക്കാൻ പറ്റും. 2G നെറ്റ്വർക്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ജിയോയിൽ പറ്റുന്നില്ല. അതുപോലെ നമുക്ക് ഇവിടെ എന്തൊക്കെ വേണ്ട എല്ലാം ഓഫ് ചെയ്യാം. ലൊക്കേഷനും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യാം. വൈബ്രേറ്റർ ഓൺ ആണെങ്കിൽ അതും ഓഫ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഓൾറെഡി ഡാർക്ക് മോഡിലാണ്. സ്ക്രീൻ പരമാവധി ലൈറ്റ് കുറക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഉണ്ട് അൾട്രാ പവർ സേവ് ഓൺ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ MIUI പഴയ ഫോണാണെങ്കിൽ അത് എല്ലാം മാനുവലായി ചെയ്തെടുക്കേണ്ടി വരും. പുതിയ ഫോണിൽ മാത്രമേ ഇങ്ങനെ ഓപ്ഷൻ ഉള്ളൂ. ശേഷം സെർച്ച് ബാറിൽ ബാറ്ററി എന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് ബാറ്ററി ഓൺ ചെയ്യുക. ഇനി ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാം കറന്റ് മോഡ്, അവിടെ ബാലൻസ്ഡ് എന്നാണുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും താഴത്ത് അൾട്രാ ബാറ്ററി സേവർ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓക്കെ കൊടുക്കുക. ഇങ്ങനെ ഒരു സാധനം ഓണാവും. ഇനി 32 മണിക്കൂർ എൻ്റെ ഫോണ് ചാർജ് നിൽക്കും. പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, എൻ്റെതിപ്പോൾ വെറും 39% ബാറ്ററി ഉള്ളൂ. ആ ഘട്ടത്തിലാണ് എനിക്ക് 32 മണിക്കൂർ കിട്ടുന്നത്. ഇനി എൻ്റെ ഫുൾ ചാർജ് ആണെങ്കിൽ 84 മണിക്കൂർ, അതായത് 3-4 ദിവസം ചാർജ് നിൽക്കുക തന്നെ ചെയ്യും. നേരത്തെ ഫോണും അതുപോലെ തന്നെ കാണിച്ചു തന്നത് ഞാൻ അപ്പോഴതിൽ 60%, 50% മറ്റേ ബാറ്ററി ഉള്ളൂ. അപ്പോഴാണ് അത്രയും ബാറ്ററി ലൈഫ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് 3-4 ദിവസം ചാർജ് നിൽക്കും. ഇനി ഇതിൽ നിന്ന് എക്സിറ്റ് പോകാൻ സിമ്പിളാണ്. ഇവിടെ മുകളിൽ എക്സിറ്റ് ബട്ടൺ കാണാം. ജസ്റ്റ് ആ എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ അൾട്രാ പവറിംഗ് സേവിംഗ് മോഡ് ഓഫ് ആകുന്നതാണ്. പിന്നെ നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് മൊബൈൽ നെറ്റ്വർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യാൻ അറിയാലോ. നിലവിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഈ ഫോണിൽ നെറ്റ്വർക്ക് മോഡ് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനൊരു കോഡ് പറഞ്ഞല്ലോ, അതിൽ നമുക്ക് ഏത് സിമ്മിലും 2G ഒക്കെ മാറ്റാൻ പറ്റും. പക്ഷേ അത് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ആദ്യം നിങ്ങളുടെ നെറ്റ്വർക്ക് ഏത് മോഡിലാണുള്ളതെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അത് അറിയുന്ന ആൾ മാത്രം ഇത് ചെയ്യാൻ ഇനി ചെയ്യുന്നത്. അതായത് നമുക്ക് നെറ്റ്വർക്ക് മോഡ് സെറ്റിംഗ്സിൽ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ *#**46 #36 എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ ഫോൺ ഇൻഫർമേഷൻ 1, ഫോൺ ഇൻഫർമേഷൻ 2 എന്ന് കാണാം. ഇത് ഡുവൽ സിം ഉള്ളതുകൊണ്ടാണ്. സിംഗിൾ സിം ആണെങ്കിൽ ഒന്ന് മാത്രമേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജിയോ ആണ് ഇപ്പോൾ എനിക്ക് അവിടെ മാറ്റാൻ കിട്ടാത്തത്. അപ്പോൾ ഫോൺ ഇൻഫർമേഷൻ 1 ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴോട്ട് മറിക്കാം. ഓരോ ഫോണിന് സെറ്റപ്പ് മാറ്റം ഉണ്ടാവും ചെറുതായിട്ട്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ GSM WCDMA LTE അതാണ് എൻ്റെ നെറ്റ്വർക്ക് ആദ്യം ഉണ്ടായത്. ജസ്റ്റ് അതിൻ്റെ ആരോ മാർക്കിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്കിത് മാറ്റേണ്ട ഓപ്ഷൻ കിട്ടും. ഇപ്പോൾ ജിയോയിൽ 4G മാത്രം ആക്കണമെങ്കിൽ LTE ഓൺലി. നമുക്ക് 2G ആണല്ലോ ആക്കേണ്ടത്. 2G വർക്ക് ചെയ്യുമെന്ന് ചെക്ക് ചെയ്യാം. 2Gക്ക് GSM ഓൺലിയാണ് കൊടുക്കേണ്ടത്. GSM ഓൺലിയിൽ കൊടുത്തു കഴിഞ്ഞാൽ 2G നെറ്റ്വർക്ക് മാത്രമേ ഇതിൽ പ്രവർത്തിക്കൂ. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഈ GSM WCDMA ഇത് എൻ്റെ ഫോണിൻ്റെതാണ്. LTE നിങ്ങളെ 5G ആണെങ്കിൽ മാറ്റം ഉണ്ടാവും. അല്ല മറ്റേതെങ്കിലാണ് ഫോണെങ്കിൽ, മറ്റേതെങ്കിലാണ് നെറ്റ്വർക്കെങ്കിൽ ഇത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ആദ്യം നിങ്ങളുടെ ഫോണ് ഡിഫോൾട്ടായിട്ട് ഏതിലാണ് ഉണ്ടായിരുന്നതെന്നും മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്തും ഇതേ നമ്പർ അടിച്ചിട്ട് അതിലേക്ക് തന്നെ റിട്ടേൺ കൊണ്ടുവരാം. ഇത്രയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മൊബൈലിൽ ടോർച്ച് ഉപയോഗിക്കുക, അതുപോലെ തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, അതുപോലെ ഫോണിൽ കൂടെ സമയം നോക്കുക, വീഡിയോ കാണുക, ഗെയിം കളിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നതാണ്. ഇങ്ങനെയൊന്നും സെറ്റ് ചെയ്ത് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ നമ്മൾ ഓവർ ടൈം ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചാർജ് തീരും. അതുപോലെ തന്നെ ടോർച്ച് ഉപയോഗിച്ചാലും എല്ലാം ചാർജ് തീരും.
ഇനി നിങ്ങൾക്ക് ഒരാഴ്ചയിൽ കൂടുതലൊക്കെ ബാറ്ററി ചാർജ് നിലനിൽക്കണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം സ്വിച്ച് ഓൺ ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാൽ കിട്ടൂല എന്നൊരു പ്രശ്നമുണ്ട്. എങ്കിലും നിങ്ങൾക്ക് അത് അത്യാവശ്യ ഘട്ടത്തിൽ സ്വിച്ച് ഓഫ് ആക്കി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാലം ബാറ്ററി ചാർജ് നിലനിൽക്കും. പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാം, നമ്മുടെ ബാറ്ററി പോലെ ആയിരിക്കും നമ്മുടെ ഫോണ് ബാറ്ററി ചാർജ് നിൽക്കുന്നതിലുള്ള പെർഫോമൻസ്. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാതിരിക്കുക. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. നല്ലൊരു ദിനം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവട്ടെ. ഒരു അപകടങ്ങളും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ.